ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ക്ലീനിങ് തന്നെയാണ് കേട്ടോ. ജനലും വാതിലും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലീനിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതിന് ശേഷം എനിക്ക് പല്ല് പറിച്ചുകൊണ്ട് എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല, വയ്യായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഇന്നാണ് എനിക്കൊന്ന് ശരിയായത്. അപ്പോൾ ഇന്ന് ജനലും വാതിലെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. എൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം വാക്വം ചെയ്തായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ടുണ്ടല്ലോ, ഈ തണുപ്പ് ഉള്ളതുകൊണ്ട് ഈ ജനലിനൊക്കെ ഒരു പൂപ്പൽ പോലെ വരും. അതുകൊണ്ട് ഞാൻ എല്ലാം തുണി നനച്ചിട്ട് ഇങ്ങനെ തുടച്ചെല്ലാം ക്ലീൻ ചെയ്യും. കുഞ്ഞിന് ഭയങ്കര തുമ്മലാണ്. ഇങ്ങനെ പൊടിയോ ഇങ്ങനെ പൊടി അങ്ങനെ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിന് ഭയങ്കര തുമ്മലാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കും, നല്ല വൃത്തിക്കല്ല. അല്ലെങ്കിലും ചെയ്യും അല്ലെങ്കിലും എനിക്ക് വൃത്തിക്ക് പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ എല്ലാം വൃത്തിയാക്കി അങ്ങനെ ജനലും വാതിലും എല്ലാം ഞാൻ തുടച്ചു. പെട്ടി അലമാരയും എല്ലാം തുടക്കും, പൂവും കായും എല്ലാം തുടച്ചിടും. പിന്നെ എന്തുണ്ട് എല്ലാവർക്കും വിശേഷം? ഫുഡൊക്കെ കഴിച്ചോ? ഉച്ചക്കത്തെ ഞാൻ ഫുഡൊന്നും കഴിക്കുന്നതിന് മുന്നേ എടുത്തതാണ് ഈ വീഡിയോ. ഇന്നിപ്പോൾ മഴയൊന്നുമില്ലല്ലേ, എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഇവിടെ ഇപ്പോൾ ഇന്നലെ അതെ ഇന്നും അതെ മഴയേ ഇല്ല. പക്ഷെ തുണി എടുത്ത് മുറ്റത്തേക്ക് ഇടുമ്പോഴത്തേനും അപ്പം മഴ വരും. അതുവരെ ഒരു മഴയില്ലേ. പക്ഷെ തുണി എടുത്ത് മുറ്റത്തോട്ടിട്ടോ അപ്പം തോളാൻ തുടങ്ങും. എപ്പോഴും എനിക്ക് തന്നെ പണി. തുണി എടുക്കും, എടുത്തിടും, മഴ തോളും, എടുത്തിടും. ഇത് തന്നെ പണി. അയ്യോ അങ്ങനെ. ഇപ്പം ഇന്നിപ്പോൾ അത് തെളിയുന്ന വെയിൽ നല്ല ചൂടുണ്ടേ, അതുകൊണ്ട് തുണിയെല്ലാം വേഗം ഉണങ്ങി കിട്ടും. ഇനി ടി വിയുടെ സ്റ്റാൻഡിൻ്റെ ഇവിടെ എല്ലാം ഉണ്ടല്ലോ, എപ്പോഴും എന്തൊക്കെയോ പൊടി കിടക്കും. തുടച്ചാലും പിന്നെയും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും കാണും. അങ്ങനെ അതെല്ലാം തുടച്ചു വൃത്തിയാക്കി. പിന്നെ ഇന്നലെ ഞങ്ങൾ വാട്ടർഫാൾസ് ഇവിടെ അടുത്താണ്, അച്ചൻകല്ല്, അവിടെ കാണാൻ പോയി. എൻ്റെ വീഡിയോസ് കുറച്ചാളെ കണ്ടുള്ളൂ. എല്ലാവരും ഒന്ന് കാണണം കേട്ടോ, നല്ല ഭംഗിയുണ്ട് അവിടെ വീഡിയോസൊക്കെ. പിന്നെ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ സ്ഥലത്തേക്ക്. എല്ലാവരും മഴയുള്ള സമയത്ത് ഇന്നൊക്കെ ആകുമ്പോൾ ഇന്നലെ തന്നെ വെള്ളം കുറവായിരുന്നേ. ഇപ്പോൾ ഇന്നൊക്കെ ആയപ്പോൾ നല്ലോണം വെള്ളം കുറഞ്ഞു കാണും. ഇന്നൊന്നും വന്നാൽ വലിയ ഭംഗി ഉണ്ടാവില്ല. നല്ല വെള്ളമുള്ള സമയത്ത് വരണം, അപ്പം നല്ല രസമാണ്. അങ്ങോട്ട് പോകുന്ന വഴി തന്നെ നല്ല ഭംഗിയാണ്. നമ്മുടെ ഇവിടുന്ന് ഒരു ഇത്തിരി പോകാനുള്ളൂ, പെട്ടെന്നെത്തും, പെട്ടെന്ന് പോയി വരാം. കുറച്ചേ പോകാനുള്ളൂ. അങ്ങനെ ഇന്നലെ അവിടെയെല്ലാം പോയതുകൊണ്ട് ഇന്നലെ പിന്നെ പള്ളിയിൽ പോയി. ഞങ്ങൾക്ക് പിന്നെ പള്ളിയിലൊരു ക്ലാസ് ഉണ്ടായിരുന്നു, PTA ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വന്ന് ഇന്നലെ ഒന്നിനും നേരം കിട്ടിയില്ല. പിന്നെ ഇന്നാണ് ഞാൻ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വെച്ചത്. അങ്ങനെ ഈ ഫ്ലവർ എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ കാണാൻ? കുഞ്ഞിന് അതിർവാനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണേ. അങ്ങനെ പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ എല്ലായിടും ക്ലീൻ ചെയ്യുമല്ലോ, രൂപക്കോടും എല്ലാം ചെയ്യും. എല്ലാ ജനലും പിന്നെ ജനലിൻ്റെ ചില്ലൊക്കെ പിന്നെ തുറന്നിട്ട് ഞാൻ പുറത്തുനിന്നാണ് വൃത്തിയാക്കല. അത് കൂടുതലും അങ്ങനെ എപ്പോഴും ചെയ്യലൊന്നുമില്ല, വല്ല കാലത്തൊക്കെ ചെയ്യലുള്ളേ. പക്ഷെ തുടക്കൽ എപ്പോഴും ചെയ്യും. അങ്ങനെ പിന്നെ കുഞ്ഞ് സ്കൂൾ വിട്ട് വരാനൊക്കെ ആയിട്ടുണ്ട് സമയം ഏകദേശം. ഇനിയിപ്പോൾ അവന് കഴിക്കാനുള്ള ഫുഡും സാധനങ്ങളൊക്കെ ആക്കണം, എല്ലാം ചെയ്യണം. അങ്ങനെ പിന്നെ എന്തുണ്ട്, ഇതിപ്പോൾ ഈ മിറർ ഈ കണ്ണാടിയിലുണ്ടല്ലോ, എപ്പോൾ ഇങ്ങനെ തുടച്ചാലും നമ്മൾ തുടച്ച് കുറച്ച് കഴിയുമ്പം ഇങ്ങനെ ആയിട്ടിരിക്കും, ഒരു ക്ലാരിറ്റി ഇല്ലാതിരിക്കും. അപ്പോൾ ഈ ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് തുടയ്ക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ക്ലിയർ ആവും. അതുപോലെ തന്നെ ഈ ജനലിൻ്റെ ചില്ലുണ്ടല്ലോ, ചില്ലെല്ലാം ഈ ന്യൂസ് പേപ്പർ വെച്ച് തുടയ്ക്കുവാണെങ്കിൽ ഭയങ്കര നല്ല ക്ലീൻ ആവും. അതുപോലെ ഈ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ, ഗ്ലാസിൻ്റെ ഡൈനിങ് ടേബിൾ ആണെങ്കിൽ അതൊക്കെ എന്തൊരു നല്ല ടിഷ്യോ പിന്നെ ന്യൂസ് പേപ്പർ ഇട്ട് തുടയ്ക്കാൻ നല്ല തിളങ്ങുന്ന പോലെയാകും, നല്ല വൃത്തിയാവുമേ. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല നീറ്റാവും. കുഞ്ഞിൻ്റെ സ്റ്റഡി ടേബിളായിരിക്കുന്നതേ. സ്റ്റഡി ടേബിളെല്ലാം രാവിലെ എല്ലാം വലിച്ചവിടെ ഇട്ടേച്ച് പോകും. ഇനിയിപ്പോൾ വൈകുന്നേരം വന്നിട്ടെല്ലാം ഞാനൊന്നും അടുക്കി വെച്ചില്ലല്ലേ, ഞാൻ അടുക്കി വെക്കുന്നത്, ഞാൻ തന്നെ അടുക്കി വെച്ചോണമെന്ന് ഞാൻ രാവിലെ പറഞ്ഞു. വന്ന് കഴിയുമ്പോൾ സ്റ്റഡി ടേബിൾ നല്ല വൃത്തിക്ക് നീറ്റാക്കി അടുക്കി വെച്ചേക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടത്. എല്ലാ മക്കളും തന്നെ ചെയ്ത് പഠിക്കണ്ടേ. എപ്പോഴും നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ അവരൊന്നും ചെയ്യാൻ പഠിക്കത്തില്ല. അതുകൊണ്ട് ഞാനങ്ങനെയല്ല കേട്ടോ. ഞാനീ പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഞാനിങ്ങനെ എല്ലാം ചെയ്തു കൊടുക്കും.
ഞാനിങ്ങനെ 1-2 പ്രാവശ്യം പറയും, പിന്നെ ചെയ്തില്ല ഞാൻ തന്നെ അങ്ങ് ചെയ്യും. പിന്നെ ഞാൻ ഓർക്കും ഒത്തിരി പഠിക്കാനൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ചെയ്യും. അങ്ങനെ ജനലൊക്കെ അടിച്ച് കഴിഞ്ഞ് എല്ലായിടം തുടച്ച് വൃത്തിയാക്കി. അപ്പം ബൈ ഫ്രണ്ട്സ്, എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.